ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് എഗ്ഗ് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വെക്കണം. ഞാനിപ്പോൾ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പോൾ ആക്കി എടുക്കണം കേട്ടോ. ഇത് കുഴക്കുന്ന സമയത്ത് കൈക്ക് പറ്റാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ തടവാം. ഇനി നമുക്കത് കുറച്ച് സമയം അടച്ച് വെക്കാം. ഇനി നമുക്കതിന് മസാല ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാം. അതിന് വേണ്ടി ചെറിയൊരു പീസ് ഇഞ്ചി തോലൊക്കെ കളയാം. ഇനി ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി വേണം. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അധികം പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. അങ്ങനെ വെളുത്തുള്ളി ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കണം. അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ. ഉള്ളി 2-3 വര ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കത് ചെറിയ പീസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം. ഒന്നര ഉള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു ഉള്ളിയും വേറൊരു ഉള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരര തക്കാളി വേണം. അതും ഉള്ളി മുറിച്ച പോലെ തന്നെ മുറിച്ചെടുക്കണം. അങ്ങനെ അത് മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു പച്ചമുളക് വേണം. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് 2 കറിവേപ്പില കൂടി വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മസാലയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിലോട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് വഴറ്റിയെടുക്കണം.
പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഒരു കളറായി വരുമ്പം അതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഈ ഒരു കളറായി വരുമ്പം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിതുപോലെ വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയുടെ തോലൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് ഈ മുട്ട ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ഇതുപോലെ മുറിച്ച് ചെറിയ ചെറിയ ബോൾസാക്കി വെക്കണം. ഇനി നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. ഞാൻ കൈ വെച്ച് തന്നെയാണ് കേട്ടോ പരത്തുന്നത്. മൈദപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാം. സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ പരത്തേണ്ടത്. അങ്ങനെ 4 പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച മസാല അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അത് ഇതുപോലെ മടക്കിയെടുക്കണം. ഇതുപോലെ 4 ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.